വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു എന്നൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ വിവരമാണ് ഇത്. സംബന്ധിച്ച് ഏതായാലും ഒരു കോൺഗ്രസ് പ്രവർത്തനെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോകുന്നത്. പോറ്റിയുമായി അടൂർ പ്രകാശിന്റെ ബന്ധം എന്താ എന്ന് തന്നെയായിരിക്കും എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. വിവരങ്ങളുമായി ആന്റണി ചേരുന്നുണ്ട്. ആന്റണി, ഇപ്പോൾ എന്തായാലും അടൂർ പ്രകാശിനെയും ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു എന്നറിയുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം നിൽക്കുന്ന അടൂർ പ്രകാശിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും SIT എന്നുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ SIT പ്രത്യേക അന്വേഷണ സംഘം UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണ്. പ്രധാനമായും എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്നുള്ളതാണ് ഈ ചോദ്യം ചെയ്യലിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ അടൂർ പ്രകാശും നിൽക്കുന്ന ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത് ഭരണപക്ഷം കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം വലിയ ആയുധമായി ഉപയോഗിക്കുകയും നിരന്തരം കോൺഗ്രസിനെതിരെ എന്താണ് ഈ സ്വർണ്ണക്കവർച്ച കേസിൽ ഈ CPM നേതാക്കൾക്ക് അതുപോലെ തന്നെ ആണ് പങ്ക് എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ അതിന് മറുപടിയായി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അടൂർ പ്രകാശ് UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭരണപക്ഷം അതിനെ പ്രതിരോധിച്ചിരുന്നത്. ഏതായാലും എന്താണ് ഈ ചിത്രങ്ങൾ, എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് കാണാൻ വേണ്ടി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഏതായാലും നമുക്കറിയാവുന്നതുപോലെ ഈ ഘട്ടത്തിൽ ആദ്യം സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രമാണ് പുറത്തു വന്നത്. അതിനുശേഷം ഒരു ഉപഹാരം നൽകുന്ന ഒരു ചിത്രം, അത് ബംഗളൂരുവിൽ വെച്ചും അതുപോലെ തന്നെ മറ്റ് ഈ കേരളത്തിൽ വെച്ചും ഈ നൽകുന്ന ചിത്രങ്ങളും പുറത്തേക്ക് വന്നിരുന്നു. അന്ന് ഈ സ്വർണ്ണ കവർച്ച കേസിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളായ രണ്ടുപേരും ഈ അടൂർ പ്രകാശിനൊപ്പം ഉണ്ടായിരുന്നു. ഏതായാലും അന്ന് പക്ഷേ അടൂർ പ്രകാശ് പറഞ്ഞിരുന്ന ഒരു വിശദീകരണം, സോണിയാഗാന്ധിയുടെ ഒപ്പമുള്ള ചിത്രത്തിനുള്ള വിശദീകരണം എന്ന് പറയുന്നത്, അന്ന് അവിടെ എത്തിയപ്പോൾ കണ്ടു, താൻ വഴിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത്, താൻ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു അടൂർ പ്രകാശിന്റെ വിശദീകരണം. മറ്റു ചിത്രങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞത്, ഒരു വോട്ടർ എന്ന നിലയിൽ താൻ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ MP ആണ്, തന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാൾ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം. ഒരിക്കൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ അവിടെ അന്നദാനം നടക്കുന്നുണ്ട്, അതിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നു. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും താൻ പോയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് അന്ന് അവിടേക്ക് പോയത്. പിന്നീട് മറ്റൊരു അവസരത്തിലും അവിടേക്ക് പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവുമില്ല, ഒരു വോട്ടർ എന്ന നിലയിൽ മാത്രമാണ് താൻ അവിടേക്ക് പോയത് എന്നുള്ള ഒരു വിശദീകരണമാണ് അടൂർ പ്രകാശ് ആ ഘട്ടത്തിലൊക്കെ നൽകിയത്. അതിനപ്പുറത്തേക്ക് സ്വർണ്ണ കവർച്ച കേസുമായോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ മറ്റൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് അടൂർ പ്രകാശ് ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ഏതായാലും ആ ഒരു ഘട്ടത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ ഈ അടൂർ പ്രകാശിന്റെ മൊഴി ഉടൻ തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തും എന്നുള്ള വാർത്തകൾ വന്നിരുന്നു, ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണ്. വിശദമായി തന്നെ ചോദ്യം ചെയ്ത് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ള ബന്ധം. UDFന്റെ കൺവീനറാണ്. നമുക്കറിയാവുന്നതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പ്രതിപക്ഷം സ്വർണ്ണക്കവർച്ച കേസ് വളരെ സജീവമായി വലിയ ഒരു പ്രതിഷേധമൊക്കെ ഉയർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ആ ഘട്ടത്തിലൊക്കെ ഭരണപക്ഷം ഈ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്, അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഭരണപക്ഷത്തെ സംബന്ധിച്ച് LDFനെ സംബന്ധിച്ച് ഇപ്പോൾ ചോദ്യമുരയിലേക്ക് അടൂർ പ്രകാശ് പോകുമ്പോൾ അത് അവരെ സംബന്ധിച്ചും ഒരു ആയുധം അവരുടെ കയ്യിലേക്ക് കിട്ടുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആദ്യമായാണ് ഈ കേസിൽ ഒരു കോൺഗ്രസ് നേതാവിനെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അതുതന്നെയാണ് ആന്റണി. ഏതായാലും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു എന്നതാണ്, അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ എന്നുകൂടി മനസ്സിലാക്കുന്നു. പോറ്റിയുമായി അടൂർ പ്രകാശിന് അടുപ്പമുണ്ട് എന്ന നിഗമനത്തിൽ ഈ ചില ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം, മുൻപ് എങ്ങനെയാണ് പോറ്റിയെ പരിചയം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ. എന്തായാലും
SIT സംഘം ചോദിക്കുന്നത്. എന്നാൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അറിയിപ്പും അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ചോദ്യം ചെയ്യൽ അവിടെ നടക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അടൂർ പ്രകാശ് ഒപ്പമുള്ള ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. എങ്ങനെയാണ് ഈ ചിത്രങ്ങൾ വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഉന്നത പദവി വഹിക്കുന്ന സോണിയാഗാന്ധിയിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശ് എത്തിയത് എന്നൊരു കാര്യങ്ങളൊക്കെ അവിടെ എന്തായാലും മുൻപ് തന്നെ ഭരണപക്ഷം ഉയർത്തിയിരുന്നു. എന്തായാലും കോൺഗ്രസ് നേതാവ്, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ആദ്യമായിട്ടാണ് ഒരു SIT സംഘത്തിന്റെ ചോദ്യമുനയിൽ ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് എത്തിയിരിക്കുന്നത് എന്നുകൂടി ഈ കേസിൽ പറയേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് മറ്റു കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക. വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണി ജി ജോർജ് ആണ്. എന്തായാലും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ എന്തായാലും ഇപ്പോൾ അടൂർ പ്രകാശിലേക്ക് SIT സംഘം ചോദ്യം ചെയ്യലുമായി എത്തിയിരിക്കുന്നു. നോക്കൂ, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇതുവരെയ്ക്കും ഒരു കോൺഗ്രസ് നേതാവിന്റെ ചോദ്യം ചെയ്യൽ ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ കോൺഗ്രസ് നേതാവാണ് ഈ അടൂർ പ്രകാശിലെ ചോദ്യം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് SIT സംഘം. അതോടൊപ്പം തന്നെ ഭരണപക്ഷത്ത് നിന്ന് അടൂർ പ്രകാശിനെയും ആന്റണി MPയുടെ പേരും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് SIT സംഘം. അടുത്തത് ആരെയാണ് ചോദ്യം ചെയ്യാൻ പോകുക എന്ന് അറിയില്ല. ഇപ്പോൾ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് വിജയത്തോട് പറയട്ടെ, അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഒന്ന് മറുപടി അന്വേഷിച്ച് നോക്കട്ടെ അദ്ദേഹം എന്താണെന്ന്. 2004 ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എന്തായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങളെന്ന് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഉണ്ടല്ലോ. അത് മുഖ്യമന്ത്രിയോ ബിനോയ് വിശ്വമോ ഒരു പ്രാവശ്യം വിചാരിച്ച മോശമാകാൻ പറ്റുമോ? 2004 മുതൽ ഒരു അന്വേഷണം കേസിൽ പോയില്ല. എനിക്കാ 2004 ഏത് കാലത്ത് അന്വേഷണം വന്നാൽ എനിക്കെന്തിനാ ഭയപ്പെട്ട കാര്യം? ഇതെന്തൊരു കഥയാണെന്ന്. ശബരിമലയിൽ കോടിക്കണക്കിന് ആളുകൾ വരുന്നില്ലേ? അപ്പൊ ദേവസ്വം മന്ത്രിയായിരുന്ന ആൾ അതിന് മറുപടി പറയണമെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ SITന്റെ മുന്നിൽ കണക്കുണ്ട്. ഇത് കൃത്യമായ വിവരമുണ്ടല്ലോ. പോറ്റി അവിടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ തുടങ്ങുന്നത് എപ്പോഴാ? അത് SIT മുമ്പിലുണ്ട്. ഞാൻ മനസ്സിലാക്കി 2007 ആരാ അന്നേരം ഗവൺമെന്റ്? അപ്പൊ ഇതിപ്പോ വിശദമായിട്ട് ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇത്രയേ ഉള്ളൂ. സ്വന്തം തടി കേടായപ്പോ ആ കേടായ തടി കൊണ്ട് മറ്റുള്ളവരെ ആരെങ്കിലും തടി കേടാക്കാൻ പറ്റുന്നൊരു വിഫല പരിശ്രമമാണ്. ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ള UDFനെ ഇതിനകത്ത് കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ അത് വീണ്ടും അവർ വഷളാവത്തേ ഉള്ളൂ. ചോദ്യം ചെയ്യുന്നതിന് അതിലൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് ഇത് രാഷ്ട്രീയം തന്നെയല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ സ്വമേധയാ അന്വേഷിച്ച കേസല്ലല്ലോ. നിങ്ങൾ എറണാകുളത്തെ പത്രപ്രവർത്തകർക്കെല്ലാം അറിയാം. ഹൈക്കോടതി മുൻകൈയെടുത്ത് അന്വേഷിച്ച ഒരു അന്വേഷണം. ഹൈക്കോടതി അന്വേഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇങ്ങനെ വരുത്തേയില്ലല്ലോ. അപ്പോൾ സർക്കാരിന് എന്തായിരുന്നു ആദ്യം മുതൽ ശ്രമം? രക്ഷപ്പെടുത്താൻ. കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ SIT അന്വേഷിക്കുമ്പം അവരുടെ നേതാക്കളും ജയിലിലായി, പ്രതികളായി. ആ പ്രതികളായി നേതാക്കൾ ജയിലിലായപ്പോഴാണ് അവരുടെ ശ്രമം. എന്നാൽ ഇതിനകത്ത് ആരെങ്കിലും വേറെ കൂട്ടിക്കെട്ടാൻ നോക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം. അത് രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെന്താണെന്ന് അതിനെന്താ സംശയം? അതുകൊണ്ടൊന്നും കാര്യമില്ല. യഥാർത്ഥ സ്ഥിതി മനസ്സിലാവുമല്ലോ. ഇതിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങോട്ടൊക്കെ പറയാമെങ്കിലല്ലാതെ യഥാർത്ഥ സ്ഥിതി അദ്ദേഹത്തിന് പറയാം, യഥാർത്ഥ സ്ഥിതി എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇതുകൊണ്ടൊന്നും കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ വിഫല പരിശ്രമം മാത്രമേ ഉള്ളൂ. ചോദ്യം ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ടോ? ആര്? നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? പറഞ്ഞുകൊണ്ട് ഇലക്ഷന്റെ ഭാഗമായുള്ള ഒരു ഡ്രാമയാണെന്ന് തോന്നുന്നു. ഏത്? ഇപ്പോൾ യുഡിഎഫ് നേതാക്കളെ അന്വേഷണം. അല്ല, തീർച്ചയായിട്ടും ഇതിനകത്തെന്താ സംശയം? അല്ല, ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ വിളിച്ചപ്പോൾ പോയില്ല അദ്ദേഹം. വിളിച്ച ഉടനെ അദ്ദേഹം പോയി. രക്ഷിക്കട്ടെ. ഈ പ്രതിപക്ഷ നേതൃത്വ ജാഥ തുടങ്ങുന്ന ദിവസമാണ് മുഖ്യമന്ത്രി പെട്ടെന്ന് KC വേണുഗോപാലിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസിനൊരു ഭിന്നത കൂടി അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണെന്ന് കരുതുന്നുണ്ടോ? എനിക്ക് അദ്ദേഹത്തെ അറ്റാക്കിന് ഒരു ഭയവുമില്ല. അദ്ദേഹം ഇതിലൂടെ അറ്റാക്ക് ചെയ്തു. കേരളത്തിലെ MPമാർ കേന്ദ്രത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തെ വിനീതമായിട്ടൊന്ന് വെല്ലുവിളിച്ചു. ഞാനും വരാം, നിങ്ങളും കൂടെ വാ. കേരളത്തിലെ MPമാർ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കേട്ടു. കേരളത്തിലെ MPമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം.
അവിടുത്തെ സീറോ അവർ എടുത്ത് നോക്കിയാൽ അറിയാം, ബില്ലുകൾ എടുത്ത് നോക്കിയാൽ അറിയാം, ചർച്ചകളിൽ പങ്കെടുക്കുന്ന സംസാരം നോക്കിയാൽ അറിയാം. കേരളത്തിലെ കാര്യം ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന UDF MPമാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു നമുക്കൊരു സംവാദമാകാം. അദ്ദേഹം ആദ്യത്തെ ദിവസം പറഞ്ഞു സംവാദമാകാം. പിന്നെ അദ്ദേഹത്തിന് വീണ്ടും എഴുതി അങ്ങ് തീയതിയും ഡേറ്റും നിശ്ചയിച്ച ബാക്കി എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വരാം. അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് ആർജവം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉന്നയിച്ചാൽ അതുമായില്ല തെളിവ്. ഞാൻ എൻ്റെ പേരല്ലല്ലോ പിന്നെ ഫോട്ടോ വന്നത്. ഞാൻ പിന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പടം ആരാ വന്നത്? പിണറായി വിജയന്റെ പടമല്ലേ വന്നത്? ഇത് ആകെ മുങ്ങിക്കിടക്കുന്നവര്, സ്വർണ്ണക്കൊള്ളയിൽ ആകെ മുങ്ങിക്കിടക്കുന്നവര് അപ്പോൾ കൈ മുകളിലിട്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പം നിലവിളിക്കില്ലേ? ആ നിലവിളിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി. ജമാഅത്ത് ബന്ധപ്പെട്ട് അത് വർഗീയ രാഷ്ട്രം സ്ഥാപിക്കലല്ല അവരുടെ ലക്ഷ്യമെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമസ്ത അവർക്കെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അവരങ്ങനെ തന്നെയാണ് അവരുടെ നിലപാടെന്നുള്ളത്. ഞാൻ സതീശൻ എന്താ പറഞ്ഞത്? സതീശൻ പറഞ്ഞു LDFന്റെ കാലഘട്ടത്തിൽ അവർ ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായി നിലപാടെടുത്തിരുന്ന കാലഘട്ടത്തിൽ, ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി അവർ നിലകൊണ്ട കാലത്ത് പരസ്യമായിട്ട് അവരുമായിട്ട് മുന്നണി ഉണ്ടാക്കിയവരാണ് CPM. നിയമസഭയിൽ പരസ്യമായിട്ട് അവരെ അക്നോളജ് ചെയ്തവരാണ്. നിയമസഭ റെക്കോർഡുകൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം. അവരെ പരസ്യമായി അന്ന് ആ സമയങ്ങളിൽ അവർ ഇസ്ലാമിക രാഷ്ട്രം ആവശ്യപ്പെടുന്ന സംഘടനയാണ്. ഇപ്പോൾ അവരുടെ നേതാക്കന്മാർ പറയുന്നു ഞങ്ങളത് ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞ നിലപാടുണ്ട്. തീവ്ര വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമുണ്ടാവില്ല. ഒരു സംശയം വേണ്ട. ഇത്തരം ബന്ധങ്ങളില്ല എന്ന് പറഞ്ഞ് പരസ്യ നിലപാടെടുക്കുന്നവർക്ക് ആരെങ്കിലും പിന്തുണക്കുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ടാന്ന് പറയില്ല എന്ന് മാത്രമേ സത്യം പറഞ്ഞിട്ടുള്ളൂ. ആ പിന്തുണ വേണ്ടാന്ന് പറഞ്ഞത് സമസ്ത അവരുടെ ഐഡിയോളജിക്കൽ ലൈൻ പറയുന്നത് അവർക്ക് പറയാൻ അവകാശമില്ലേ? സ്വാതന്ത്ര്യമില്ലേ? സമസ്ത കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സംഘടനയല്ലേ? അവര് ഐഡിയോളജി പറയട്ടെ. രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ ഒരു ഉപാധിയുമില്ലാതെ ആരെങ്കിലും ഒന്ന് പിന്തുണ തരുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ടാറില്ല. ആ പറയുന്നത് ആരാണ്? അവർ ഉപാധികൾ വെച്ച കാലത്ത് അവരുടെ പിന്തുണ നേടിയ CPM ആണ് ഇപ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നത്. അതിനൊരു കാര്യമില്ല. അതിനൊക്കെ അതേ സത്യത്തിൽ ഈ ശ്രീധരൻ്റെ ഒരു പ്രോജക്റ്റ് വന്നു.